സമയത്തും മുഴങ്ങുന്നൊരു മധുഹുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹൊന്ന് മാത്രമാണ്. എന്താണ് ഈ ആയത്തിനെ മഹാന്മാര് വിവക്ഷിച്ചത്? ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ. എന്നെ പറയപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും തങ്ങളെയും പറയപ്പെടും നബിയേ. എവിടെയെല്ലാം അല്ലാഹുവിനെ പറയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പറയപ്പെടണം. അല്ലാതെ ഒരു സംഗതി പൂർത്തിയാകില്ല. വെള്ളിയാഴ്ച ഖുത്ബ ഓതുന്ന ഖതീബ് ഹംദ് മാത്രം ചൊല്ലിയിട്ട് ഖുത്ബ നിർവഹിച്ചാൽ ഖുത്ബ സ്വഹീഹല്ല. ഹംദിന്റെ ശേഷം സ്വലാത്തും ചൊല്ലണം. നിസ്കരിക്കുന്ന ഒരു മുസ്ലിം നിസ്കാരത്തിൽ അല്ലാഹുവിനെ അഭിവാദ്യം അർപ്പിക്കുന്നു. ആ അഭിവാദ്യം കഴിഞ്ഞ ഉടനെ ലോകത്തിന്റെ നേതാവിന് സലാം പറയുന്നു. ആ ഒരു സലാം പറയാതെ ഇവിടെ നിസ്കരിക്കാൻ ആർക്കും കഴിയില്ല. നിസ്കാരത്തിന് മുമ്പും മറ്റു സന്ദർഭങ്ങളും ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യപ്പെടുത്തൽ കൊണ്ട് മാത്രം ബാങ്ക് പൂർത്തിയാകൂല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 24 മണിക്കൂറും ഈ ഒരു ശബ്ദം ലോകത്ത് മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് മുടങ്ങാത്ത ഒരു സമയം ലോകത്തില്ല. നിസ്കാരം നടക്കാത്തൊരു സമയവും ലോകത്തില്ല. 24 മണിക്കൂറും ഇടതടവില്ലാതെ ഭൂമിയിൽ നടത്തപ്പെടുന്ന കർമ്മമായ നിസ്കാരം. ആ നിസ്കാരങ്ങളിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പുകഴ്ത്തുന്നു. അവിടത്തേക്കൊരു സലാം പറയാതെ, കൃത്യമായും ആ സലാം കൊടുക്കാതെ ഒരാൾക്കും നിസ്കാരം ലഭിക്കില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ പേര് എന്നോട് ചൊടിയൊന്നും വേണ്ട. അൽഹംദുലില്ലാ, പെണ്ണുങ്ങൾ നിങ്ങളോടുള്ള വാശി കൊണ്ടുവന്ന് നിങ്ങൾ വിചാരിക്കും ഏത് ഉസ്താദന്മാർ വന്നാലും ഞങ്ങൾക്കിട്ട് ഇങ്ങനെ തള്ളാറുണ്ട്. താത്ത നിങ്ങളെ ഇഷ്ടമായത് കൊണ്ടല്ല, ദേഷ്യമുള്ളത് കൊണ്ടല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രഭാഷകന്മാരാണെങ്കിലും ഉസ്താദന്മാരാണെങ്കിലും പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയുന്നല്ലോ, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ നന്നാകണം, അത് ഞങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ നന്നാകണം, അത് ഞങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ നന്നായാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകം മുഴുവനും നന്നാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പെണ്ണ് നന്നായാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബം നന്നാകും. പെണ്ണ് നല്ലവളായിരിക്കണം. വാപ്പ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവ് നല്ലവനാ, ഭാര്യ മോശക്കാരിയാണെങ്കിൽ ആ കുടുംബത്തിലെ മക്കളുടെ കാര്യം വളരെ ദയനീയമായ അവസ്ഥയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് ഹാഫിളാണെങ്കിലും തങ്ങളാണെങ്കിലും നബിയാണെങ്കിലും അങ്ങനെ തന്നെ. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ. 950 വർഷം ദഅവത്ത് നടത്തിയ നബിയ മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. എത്ര വർഷം ദഅവത്ത് നടത്തി? 950 കൊല്ലം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹയെ കുറിച്ച് പറഞ്ഞ നബി. ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? വിശ്വസിച്ചോ? ഈ 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചില്ല. മോൻ ഈമാനില്ലാതെ മരിച്ചു പോകുന്നത് നൂഹ് നബിക്ക് കാണേണ്ടി വന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാത്തവളായപ്പോൾ തന്റെ പൊന്നാര മകൻ ഈമാനില്ലാതെ മരിച്ചു പോകുന്ന ഒരു അവസ്ഥ നൂഹ് നബിക്ക് കാണേണ്ടി വന്നു. നബിയല്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. മക്കള് തലതിരിഞ്ഞു പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഒരു പ്രവാചകന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ അവസ്ഥയോ? പെണ്ണ് നല്ലവളാണെങ്കിൽ അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. ഖുർആൻ. ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടിലാണ് അള്ളാഹുവെ ദീനുള്ള അള്ളാഹുവിനെ ഭയമുള്ള മക്കൾ വളരുന്നത്. നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ പറയുന്നത്. അൽഹംദുലില്ലാ. ഇപ്പൊ മജീദ് ബക്കറി ഉസ്താദ് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ ഫാദില കോഴ്സ് അന്നെ കണ്ടില്ലേ?